ഗുജറാത്തിലെ വിവാഹ നിയമങ്ങളിൽ വിപ്ലവകരവുമെന്നാൽ ഏറെ വിവാദപരവുമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഭൂപേന്ദ്ര പട്ടേൽ സർക്കാർ ഒരുങ്ങുകയാണ്. പ്രായപൂർത്തിയായ യുവതീ യുവാക്കൾ വിവാഹിതരാകുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ സമ്മതം നിർബന്ധമാക്കുന്ന നിയമ ഭേദഗതിയാണ് സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗുജറാത്ത് വിവാഹ രജിസ്ട്രേഷൻ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുന്നതോടെ വധൂവരന്മാർ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് മാതാപിതാക്കളെ അറിയിച്ചിട്ടുണ്ടോ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടി വരും. ഇത്തരമൊരു നീക്കത്തിലൂടെ കുടുംബ ബന്ധങ്ങളുടെ പവിത്രത സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ സാംഘവിയാണ് ഈ പുതിയ നിയമനിർമ്മാണത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ പുറത്തുവിട്ടത്. നിഷ്കളങ്കരായ പെൺകുട്ടികൾ പലപ്പോഴും പ്രണയക്കണികളിൽ വീഴുന്നതായും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നുമാണ് അദ്ദേഹം ഈ നീക്കത്തെ ന്യായീകരിച്ച് സംസാരിച്ചത്. പുതിയ കരട് നിയമങ്ങൾ അനുസരിച്ച് വിവാഹ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതലും സങ്കീർണമാകും. വിവാഹത്തിനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ വധൂവരന്മാർ തങ്ങളുടെ മാതാപിതാക്കളെ ഈ വിവരം ബോധിപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം ഹാജരാക്കേണ്ടി വരും. അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ മുൻപാകെ സമർപ്പിക്കുന്ന അപേക്ഷയോടൊപ്പം മാതാപിതാക്കളുടെ പേര്, കൃത്യമായ വിലാസം, ആധാർ കാർഡ് വിവരങ്ങൾ, ഫോൺ നമ്പറുകൾ എന്നിവ നിർബന്ധമായും നൽകണം. രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷയിൽ തൃപ്തി തോന്നിയാൽ മാത്രം പോരാ, 10 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ വധൂവരന്മാരുടെ മാതാപിതാക്കളെ ഔദ്യോഗികമായി വിവരം അറിയിക്കുകയും വേണം. ഇതിനുശേഷം അപേക്ഷ ജില്ലാ രജിസ്ട്രാർക്ക് കൈമാറുകയും നിയമപരമായ മുറകളെല്ലാം പൂർത്തിയാക്കിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം 30 ദിവസങ്ങൾക്ക് ശേഷമേ വിവാഹം രജിസ്റ്റർ ചെയ്ത് നൽകുകയുള്ളൂ. ഈ വിവരങ്ങളെല്ലാം സർക്കാർ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതും നിർബന്ധമാണ്. ഗുജറാത്ത് സർക്കാരിന്റെ ഈ നീക്കം വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന രീതിയിൽ വലിയ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. പ്രായപൂർത്തിയായ 2 വ്യക്തികൾക്ക് തങ്ങളുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കാനും വിവാഹം കഴിക്കാനുമുള്ള അവകാശം ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഹാദിയ കേസ് ഉൾപ്പെടെയുള്ള വിധിന്യായങ്ങളിൽ വ്യക്തിപരമായ തീരുമാനങ്ങളിൽ മാതാപിതാക്കളുടെയോ സമൂഹത്തിന്റെയോ ഇടപെടൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഗുജറാത്ത് സർക്കാരിന്റെ പുതിയ നിലപാട്. മാതാപിതാക്കളുടെ സമ്മതം എന്ന കടമ്പ കടക്കുന്നത് പല പ്രണയ വിവാഹങ്ങൾക്കും തടസ്സമാകുമെന്നും ഇത് ഒളിച്ചോട്ടങ്ങൾ വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നും സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. വിവാഹങ്ങൾ സുതാര്യമാക്കാനും വ്യാജ വിവാഹങ്ങൾ തടയാനും ഈ നിയമം സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. പ്രത്യേകിച്ചും ലവ് ജിഹാദ് പോലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നിർബന്ധിത മതപരിവർത്തനങ്ങൾക്കും ചതിക്കുഴികളും ഒഴിവാക്കാൻ മാതാപിതാക്കളുടെ ഇടപെടൽ അനിവാര്യമാണെന്നാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. എന്നാൽ പ്രായപൂർത്തിയായ പൗരന്മാരെ വീണ്ടും മാതാപിതാക്കളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള കുട്ടികളായി കാണുന്ന ഈ സമീപനം ജനാധിപത്യ രീതികൾക്ക് വിരുദ്ധമാണെന്ന വാദമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. രജിസ്ട്രേഷൻ പ്രക്രിയയിൽ 30 ദിവസത്തെ കാലതാമസം വരുത്തുന്നത് ദമ്പതികളുടെ സുരക്ഷയെ ബാധിക്കുമെന്നും ആ കാലയളവിനുള്ളിൽ മാതാപിതാക്കളിൽ നിന്നോ ജാതി സംഘടനകളിൽ നിന്നോ ആക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്നും ആശങ്കയുണ്ട്. മാതാപിതാക്കളുടെ സമ്മതം ഇല്ലാത്ത വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം വന്നാൽ അത് വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെക്കും. ഇതിനോടകം തന്നെ നിയമവിദഗ്ധർ ഈ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. മൗലിക അവകാശങ്ങളെ തടയാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും ഇത്തരം നിയമങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ സാംസ്കാരിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കുടുംബ ശൈഥില്യം ഒഴിവാക്കുന്നതിനും ഇത്തരമൊരു നിയമം അനിവാര്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗുജറാത്ത് ഭരണകൂടം. മറ്റ് പല സംസ്ഥാനങ്ങളും ഗുജറാത്തിന്റെ ഈ നീക്കത്തെ നിരീക്ഷിച്ചു വരികയാണ്. ഈ പുതിയ നിയമം നടപ്പിലാക്കുന്നതോടെ ഗുജറാത്തിലെ വിവാഹ രജിസ്ട്രേഷൻ ഓഫീസുകളിൽ വലിയ തിരക്കും നൂലാമാലകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാങ്കേതികമായി വിവരങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത് സ്വകാര്യതയെ ബാധിക്കുമെന്ന പരാതിയും ശക്തമാണ്. വിവാഹ പരസ്യങ്ങൾ പൊതുവിടങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നത് തന്നെ ദമ്പതികളുടെ ജീവന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ നേരിട്ട് മാതാപിതാക്കളെ അറിയിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ജനങ്ങളുടെ പ്രതിഷേധങ്ങളും സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളും പരിഗണിച്ച് സർക്കാർ നിയമത്തിൽ ഇളവുകൾ വരുത്തുമോ അതോ കർശനമായി നടപ്പിലാക്കുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ഗുജറാത്ത് നിയമസഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ വലിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിക്കുമെന്നത് ഉറപ്പാണ്.